ഹായ് SL ടോക്സിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പുരുഷൻ നിങ്ങളോട് ബ്രേക്കപ്പ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷനിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന കുറേ ആളുകളുണ്ടായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. അതായത് മേ ബി നിങ്ങൾ സ്നേഹിക്കുന്ന പുരുഷനായിരിക്കാം, അതായത് നിങ്ങളുടെ ലവർ ആയിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ ആയിരിക്കാം ഇത്തരത്തിൽ ബ്രേക്കപ്പ് പറയുന്നുണ്ടാവുക. സോ അത്തരം ഒരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ ആ ടൈമിൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറഞ്ഞു തരുന്നത്. വീഡിയോ മുഴുവനായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ എന്നുള്ളത്. നമ്മൾ ഒന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അവർക്ക് ടൈം കൊടുക്കുക എന്നുള്ളതാണ്. ഇതാണ് ഒട്ടുമിക്ക ആളുകളും ചെയ്യാത്തത്. ഇപ്പം അവർ ബ്രേക്കപ്പ് പറയുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും കാരണങ്ങൾ അതിലുണ്ടായിരിക്കാം. അതായത് അവർക്ക് ഇതുമായി അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാത്തതോ അല്ലെങ്കിൽ അവരെ ഒരുപാട് വിഷമിപ്പിക്കുന്നതായിട്ടുള്ള എന്തെങ്കിലും കാരണം അവരുടെ അടുത്തുണ്ടാവും. സോ അതെന്താണെന്നുള്ളത് ചോദിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അവരോട് പറയേണ്ടത് ശരി നമുക്ക് ബ്രേക്കപ്പ് ആവാം എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയല്ല. അതേപോലെ തന്നെ അവരുടെ പുറകെ കാല് പിടിച്ച് പോവല്ല, നീ ഇല്ലാണ്ട് എനിക്ക് പറ്റില്ല, നീ എന്നെ വിട്ട് പോവരുത്, ഇങ്ങനെയും നിങ്ങൾ പറയാതിരിക്കുക. അതായത് ഒരിക്കലും ഇങ്ങനെ അവരുടെ പുറകെ പോവരുത്. പകരം നിങ്ങൾ ഇങ്ങനെ പറയാം, ഓക്കെ ഇപ്പം എന്താണ് പ്രശ്നം എന്നുള്ളത് അറിയില്ല, ഓക്കെ ഇങ്ങനൊരു സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ നമുക്ക് മാറി നിൽക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗ്യാപ്പ് ഇടാം, നമുക്ക് കോണ്ടാക്ട് ചെയ്യണ്ട, വിളിക്കും സംസാരിക്കും ഒന്നും വേണ്ട, യാതൊരു കോണ്ടാക്റ്റും ഇല്ലാതെ കുറച്ച് ദിവസം നിൽക്കാം എന്ന് പറഞ്ഞിട്ട് അവർക്ക് ടൈം കൊടുക്കുകയാണ് നിങ്ങളിവിടെ ചെയ്യേണ്ടത്. ഒരിക്കലും അവരെ കൺട്രോൾ ചെയ്ത് നിർത്താതിരിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. സോ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സ്പേസ്, ഒരു ടൈം ചിന്തിക്കാനും ആലോചിക്കാനും ഒക്കെയുള്ള തീരുമാനമെടുക്കാനുള്ള ഒരു സമയം കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ അവരെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വേണം, അവരുമായിട്ട് പാച്ചപ്പായിട്ട് മുന്നോട്ട് പോകണം, ഇങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം. നമ്മുടെ സ്ക്രീനിൻ്റെ മുകളിലായിട്ട് നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മളൊരു 21 ദിവസത്തെ വാട്സപ്പ് ഗൈഡൻസ്, അതായത് ലവ് മാസ്റ്ററി എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോഴ്സിലൂടെ നമ്മൾ ചെയ്യണത് അവരെ നിങ്ങളിലേക്ക് കുറച്ചുകൂടി അട്രാക്ട് ചെയ്ത് കൊണ്ടുവരാനായിട്ട്, അവരുമായിട്ടൊരു ഹാപ്പി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് വേണ്ട കുറച്ച് ഗൈഡൻസ് തരികയാണ്. അതായത് നമ്മുടെ തോട്ട്സ് എന്ന് പറയുന്നതിന് വളരെയധികം പവർ ഉണ്ട്. സോ ഈ തോട്ട്സ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് അവരെ അട്രാക്ട് ചെയ്യിപ്പിക്കാനായിട്ട് കഴിയുക, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മളതിൽ പറഞ്ഞു തരുന്നുണ്ട്. ഇത് ഒട്ടുമിക്ക ആളുകൾക്കും അറിയുന്നുണ്ടാവില്ല. അതായത് നമ്മുടെ തോട്ട്സിൽ നമ്മുടെ ചിന്തകൾ എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസ്, ടെക്നിക്സ് നമ്മൾ അതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇതെല്ലാം തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു പേഴ്സണെ തിരികെ കൊണ്ടുവരാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ലൈഫിലേക്ക് അവർ തിരിച്ചു വരുമെന്ന് മാത്രമല്ല, ലൈഫ് ലോങ് ഒരു ഹാപ്പി ലൈഫ് തന്നെ നിങ്ങൾക്ക് ഗ്യാരണ്ടിയാണ്. അതായത് ഹാപ്പി ലൈഫ് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നുള്ളതാണ്. സോ ഇത്തരത്തിൽ പാച്ചപ്പ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളെല്ലാം നിങ്ങൾ ക്ലിയർ ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അത് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് തിരികെ വരാം. അപ്പോൾ ഇനി നമ്മുടെ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇതൊരു ചലഞ്ച് ആയിട്ട് എടുക്കുക എന്നുള്ളതാണ്. അതായത് ചില ആളുകൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ബ്രേക്കപ്പ് ഒക്കെ ആയി കഴിയുമ്പോൾ വളരെയധികം സാഡ് ആയിട്ടിരിക്കുന്ന ആളുകളുണ്ട്. മീൻസ് ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് പോലും അറിയാണ്ട് എപ്പോഴും ഇങ്ങനെ മിസ്സിങ്ങിൽ മാത്രം ഇരിക്കുന്ന ആളുകൾ. ഇയാൾ പോയി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ജീവിക്കും എന്നൊക്കെ ആലോചിച്ചിട്ട് നിങ്ങൾ തമ്മിലുള്ള നല്ല മെമ്മറീസും കാര്യങ്ങളും മാത്രം എപ്പോഴും ചിന്തിച്ചുകൊണ്ട് അതിൽ മാത്രം ഇരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരു കാരണവശാലും നിങ്ങൾ ചെയ്യരുത്. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ആ ഇരുത്തം മാത്രമേ കിട്ടുള്ളൂ, നമുക്കൊരിക്കലും ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ അടുത്തേക്ക് വരില്ല എന്നുള്ളതാണ്. സോ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് സെൽഫ് ഗ്രോത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ്. മീൻസ് നിങ്ങളുടെ ഗ്രോത്ത് എന്താണെന്നുള്ളത് അവർക്ക് കാണിച്ചു കൊടുത്തിട്ട് നിങ്ങൾ എന്താണെന്നുള്ളത് പ്രൂവ് ചെയ്ത് കാണിക്കാനായിട്ട് നിങ്ങളിവിടെ ശ്രമിക്കുക. അതേപോലെ തന്നെ സെൽഫ് ലവ് ചെയ്യുക എന്നുള്ളതാണ്. മീൻസ് നിങ്ങൾ സ്വയം സ്നേഹിക്കുക, നിങ്ങളുടെ ഡെവലപ്പിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിവിടെ ചെയ്യുക. ഇതിലൂടെ നമുക്ക് അവരെ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റും എന്നുള്ളതാണ്. സോ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇതൊരു ചലഞ്ച് ആയിട്ട് എടുക്കുക. ഇത് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു ചലഞ്ചാണ്, നിങ്ങൾ എന്താണെന്ന് കാണിച്ചു കൊടുക്കാനുള്ള ഒരു ചലഞ്ചാണ്, ഒരു അവസരമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. അതായത് ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നിങ്ങൾ ഈ സമയത്ത് ചെയ്യുന്നുണ്ടായിരിക്കുക എന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾ തന്നെ ചിന്തിക്കുക. സോ ആ ഒരു കാര്യങ്ങൾ തന്നെ നിങ്ങളിവിടെ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഒരിക്കലും അവർ പോയി എന്നുള്ളതിൽ വിഷമിച്ചിരിക്കുന്നതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതിനു വേണ്ടി എഫേർട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇത് നിങ്ങളെ കുറച്ചുകൂടി മറ്റുള്ള കാര്യങ്ങളിലേക്ക് എൻഗേജ്ഡ് ആക്കാനും അതേപോലെ തന്നെ നിങ്ങളുടെ ഉയർച്ചയിൽ ആ വ്യക്തിയെ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്ത് കൊണ്ടുവരാനുമായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. ദെൻ മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് പോസിറ്റീവായിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകളുണ്ട്, അവർ പോയി കഴിഞ്ഞാൽ അയ്യോ ഞാൻ എങ്ങനെയാണ് ഇനി ജീവിക്കുക, ആളില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പോലും പറ്റില്ല, എനിക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരാളായിരുന്നു ആ പേഴ്സൺ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ അവരെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കും, അവർ പോയതിൽ വിഷമിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ സ്നേഹിക്കുന്ന സമയത്ത് നമുക്ക് അവർ തന്നെയാണ് ഏറ്റവും വലുത്, അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടറാണ് ഏറ്റവും ബെറ്റർ എന്ന് നമ്മൾ വിചാരിക്കും ഇവരെക്കാൾ നല്ലൊരാളെ എനിക്ക് ലൈഫിൽ കിട്ടില്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അതൊന്നും അങ്ങനെയല്ല. നമുക്ക് അവരെ നമ്മുടെ അടുത്ത് ബ്രേക്ക്
ബ്രേക്കപ്പ് പറഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മളുമായിട്ട് സെറ്റ് ആവാത്തതുകൊണ്ടാണ്, മീൻസ് നമ്മുടെ ക്യാരക്ടറുമായിട്ട് യോജിച്ച് പോകാൻ പറ്റാത്തത് കൊണ്ടാണ്. സോ ആ ലൈഫ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളുമായിട്ട് നല്ല രീതിയിൽ, മീൻസ് നിങ്ങളും ആ ഒരു പേഴ്സണുമായിട്ടൊരു നല്ല ലൈഫ് നിങ്ങൾക്ക് കിട്ടില്ല എന്നുള്ളതാണ്. സോ അവർ പോയത് നന്നായി എന്ന് നിങ്ങൾ വിചാരിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, പൊയ്ക്കോട്ടെ, ഇതിനേക്കാൾ ബെറ്റർ ആളുകൾ ഇനിയും ഉണ്ട് പുറത്ത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഒരുപാട് ആളുകളുണ്ട്, ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ഉണ്ട്. സോ ഇതിനേക്കാൾ ബെറ്റർ ക്യാരക്ടർ ഉള്ള ഒരു പേഴ്സൺ ഉറപ്പായിട്ടും പുറത്തുണ്ടായിരിക്കും. അവരെ നിങ്ങൾ കണ്ടുമുട്ടും, നിങ്ങൾക്ക് വേണമെങ്കിൽ അവരുമായി പ്രണയത്തിലാവാം. അത് പിന്നീടുള്ള നിങ്ങളുടെ കാര്യങ്ങളുമായിട്ട് അങ്ങനെ മുന്നോട്ട് പോവുക. പക്ഷേ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും ഇയാളെക്കാൾ ബെറ്റർ പേഴ്സണെ കിട്ടില്ല, ഇനി എനിക്ക് വേറൊരു ലൈഫ് ഉണ്ടാവില്ല, വേറൊരാളെ പ്രണയിക്കാൻ പറ്റില്ല എന്നൊരു ചിന്തയുണ്ടെങ്കിൽ മാറ്റാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. സോ ഈ ഒരു ചിന്ത മാറി കഴിയുമ്പോഴത്തേക്കും തന്നെ ഈ ഒരു ബ്രേക്കപ്പ്, ആ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവർ നിങ്ങളിലേക്ക് ഒന്നുകിൽ തിരിച്ചു വരും എന്നുള്ളതാണ്. സോ ഈ പറഞ്ഞ ഓരോ പോയിന്റ്സും നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഉറപ്പായിട്ട് നിങ്ങളുടെ മനസ്സിൽ ടെൻഷനും കൺഫ്യൂഷൻസ് ഉണ്ടാവും, ഇത് ചെയ്താൽ റിസൾട്ട് കിട്ടുമോ, ഇതൊക്കെ ശരിയാണോ എന്നുള്ളതൊക്കെ. നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എന്ന് പറയുന്നത് സൈക്കോളജി ബേസ്ഡ് ആണ്. സോ ഇതെല്ലാം തന്നെ സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. സോ വർക്ക് ആവും എന്നുള്ളതിൽ നിങ്ങൾക്ക് ഡൗട്ടൊന്നും വേണ്ട. പിന്നെ നിങ്ങളുടെ കയ്യിലാണ്, നിങ്ങൾ ചെയ്യുന്നത് വളരെ കൃത്യമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റിസൾട്ട് എന്തായാലും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു പേഴ്സണുമായിട്ട് നല്ലൊരു ഹാപ്പി ലൈഫ് തന്നെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്, അവർക്ക് ഈ ഒരു വീഡിയോ അയച്ചു കൊടുത്താൽ നന്നായിരിക്കും. അത് ഹെൽപ്ഫുൾ ആവുമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് മറ്റ് വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്